സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് സംസ്ഥാനത്ത് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ മഴ കനക്കും. ജൂൺ 14 മുതൽ 16 വരെ അതിതീവ്രമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഡാമുകളുടെയും നദികളുടെയും പരിധിയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കല്ലാർകുട്ടി പാംപ്ല അണക്കെട്ടുകളുടെ ഷട്ടർ ഉയർത്തി. പെരിയാറിന് തീരത്തുള്ളവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്ന സാഹചര്യം, ഏതൊക്കെ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ആതിര. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. അടുത്ത 7 ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അറബിക്കടലിന് മുകളിൽ മേഘരൂപീകരണം ആരംഭിച്ചിട്ടുണ്ട്. അത് കാലവർഷം വീണ്ടും ശക്തമാകുന്നതിനുള്ള സൂചനയാണ്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഉൾപ്പെടെ ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഇതിന്റെയൊക്കെ സ്വാധീന ഫലമായിട്ടുണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലേക്കുള്ള മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ അതിതീവ്രമായ മഴ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം, മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതുവരെയും മത്സ്യബന്ധനത്തിന് അത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള, നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നറിയിപ്പൊന്നും തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ലെങ്കിലും കാറ്റിന്റെ അതിശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായിട്ടുള്ള മഴ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ താമസിക്കുന്നവരും വെള്ളക്കെട്ട്, മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഒക്കെ തന്നെ അതിനനുസരിച്ചുള്ള ജാഗ്രതകൾ പുലർത്തണമെന്നുള്ളതാണ്. ഇത്തവണ നേരത്തെയാണ് നമുക്ക് കാലവർഷം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് അതിശക്തമായിട്ടുള്ള മഴയാണ് ഒരു ഇടവേളയ്ക്ക് മുൻപ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പടിഞ്ഞാറൻ കാറ്റ് അതിശക്തമായിട്ട് സംസ്ഥാനത്തിന് മുകളിൽ തുടരുകയും അതിന്റെ ഒരു പ്രതിഫലമായിട്ട് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പടിഞ്ഞാറൻ കാറ്റ് വീണ്ടും വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ മഴ ശക്തമായ സാഹചര്യത്തിൽ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സമീപ പ്രദേശങ്ങളുള്ള മരമൊക്കെ ഒടിഞ്ഞു വീണ് പല അപകടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ അപകടകരമായിട്ട് നിൽക്കുന്ന മരങ്ങളും മരച്ചില്ലകളും ഒക്കെ വെട്ടിമാറ്റി സുരക്ഷിത വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രത ഇനി പുലർത്തണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം ശക്തമായി തുടങ്ങുന്നതേ ഉള്ളൂ. മറ്റന്നാൾ മുതലാണ് അതിതീവ്ര മഴ സംസ്ഥാനത്ത് ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഗായത്രി, ഡാമുകളുടെയും നദികളുടെയും പരിധിയിലുള്ളവർക്കടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതീവ ജാഗ്രതയിലാണ് അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും. ഏത് വെല്ലുവിളികളും നേരിടാനുള്ള സുസജ്ജമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടങ്ങൾ തയ്യാറായി കഴിഞ്ഞു. മറ്റെന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? അതായത് പല ഡാമുകളും തുറന്നുവിടാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. കല്ലാർകുട്ടി, പാംപ്ല അണക്കെട്ടുകൾ തുറക്കുമെന്നുള്ളതാണ്. മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ മറ്റ് അണക്കെട്ടുകളും ഒക്കെ തന്നെ തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഈ അണക്കെട്ടുകൾ തുറന്നു കഴിയുമ്പോൾ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളം ഉൾപ്പെടെ വീടുകളിലേക്ക് കയറാനുള്ള സാധ്യത പരിഗണിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ അവർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് അണക്കെട്ടുകളുടെ സമീപത്ത് താമസിക്കുന്നവർ മാത്രമല്ല, മറ്റ് നദികളുടെയും മറ്റ്
സ്ഥലങ്ങളിലൊക്കെ, അതായത് ഈ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലൊക്കെ തന്നെ താമസിക്കുന്നവരൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണയും ഈ കാലവർഷം തുടങ്ങിയ സമയത്ത് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകി കഴിഞ്ഞിട്ടുള്ളതാണ്. ക്യാമ്പ് തുടങ്ങാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അധികൃതരുമായി ബന്ധപ്പെടുകയും ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. അതല്ല എങ്കിൽ മറ്റു ബന്ധു വീടുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം ആളുകൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും പെട്ടെന്ന് തന്നെ ഇടപെടാനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിനുൾപ്പെടെ സർക്കാർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് എന്ത് സാഹചര്യം ഉണ്ടായാലും അതിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് മാത്രമല്ല മറ്റ് താഴെത്തട്ടിൽ തന്നെ പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ വില്ലേജുകൾക്കും ഒക്കെ തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കുട്ടനാട് മേഖലയിലൊക്കെ തന്നെ മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയാൽ തന്നെ വെള്ളം കയറുന്ന മേഖലയുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെ ഈ കാലവർഷം ശക്തമായ സമയത്തുണ്ടായ കെടുതിയിൽ നിന്ന് ഇതുവരെയും കരകയറാത്ത പല സ്ഥലങ്ങളുമുണ്ട്. അവിടങ്ങളിലൊക്കെ ഉള്ളവർ ഇപ്പോഴും ക്യാമ്പുകളിലും മറ്റ് വീടുകളിലുമൊക്കെ താമസിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. വീണ്ടും മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളിലേക്ക് കടക്കും. അത്തരത്തിൽ അപകട സാധ്യത മേഖലകളിലൊക്കെ താമസിക്കുന്നവർ മുൻകൂട്ടി തന്നെ മാറി തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്. കൂടാതെ തന്നെ ഓരോ സമയത്തും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും ഒക്കെ മുന്നറിയിപ്പുകൾ പങ്കുവെക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകളൊക്കെ തന്നെ കൃത്യമായി അറിയുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ഒക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻകരുതൽ എടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്ന സമയത്ത് ഒരു തരത്തിലും കടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്. അതെന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ, അതിതീവ്ര മഴ പ്രതീക്ഷിക്കാമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരി സൂര്യഗായത്രി, സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച മുതൽ മഴ കനക്കും. ജൂൺ 14 മുതൽ 16 വരെ അതിതീവ്രമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്.